ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രണ്ട് ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അപ്പം നമുക്ക് ഉച്ചക്കാലത്തേക്ക് മീൻ വാങ്ങിച്ചപ്പോൾ മീൻ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും പിന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തലേ ദിവസം നമ്മൾ മാവൊക്കെ കുഴച്ച് വയ്ക്കാനൊക്കെ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ മറന്നുപോയെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ദോശയാണിത്. അപ്പോൾ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി മാത്രമാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര നൈസായിട്ട് പോകും. അപ്പോൾ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ കുറച്ച് റവയും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ദോശയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാണിക്കണതല്ല, കുറച്ചും കൂടി ഞാൻ ഇതിന് ശേഷം 1 കപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വൈകുന്നേരം നമുക്ക് രാത്രി ഡിന്നറിന് കഴിക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കഴിക്കാൻ ദോശ ചുട്ടെടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്താൽ മതിയാകും. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് സാധാരണ നോർമൽ വാട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത്. അതും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൂണും കൊണ്ട് നന്നായിട്ട് കട്ടയെ കുടച്ച് മിക്സ് ചെയ്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽമ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 തണ്ട് മല്ലിയില ഇത്രയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഗോതമ്പിൻ്റെ കൂട്ടിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചിടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്നുമില്ലാതെ ചൂടണേലും നല്ലത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് അതൊക്കെ വേണമെങ്കിൽ തീരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണ ടിഫിനിൽ വെച്ച് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നോക്കിയത്. അപ്പോൾ ഇത് ഞാൻ ചട്നിയും കൂടി കൂട്ടി നമുക്കിത് കഴിക്കാം. പക്ഷെ ഞാനിപ്പോൾ ചട്നി ഒന്നും ഉണ്ടാക്കണില്ല. ഇതും ചായയും കൂട്ടിയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. അപ്പോൾ നമുക്കതിൻ്റെ മീതെയും കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ തൂവി കൊടുക്കാം. അപ്പോൾ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് കാരണം തന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ആയ കാരണം തന്നെ പശ ഇത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളതിനനുസരിച്ച് നേക്കിനനുസരിച്ച് മറിച്ചിടാനൊക്കെ നോക്കണം. ചെറിയ തീയിൽ വയ്ക്കണം, എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകുള്ളൂ. ചെറു തീയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ അധികം ഫോഴ്സ് ചെയ്ത് പരത്തിയൊന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ വിട്ട് പോകും. നമ്മൊരു നേക്കിൽ പരത്തിയെടുക്കണം. അധികം കൂടുതൽ നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കണ പോലെ കൂടുതൽ പരത്താൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് വിട്ടുപോകും എല്ലാ സൈഡിൽ നിന്നും. അപ്പം ഇങ്ങനെ പരത്തി ചെറുതീയിലിട്ടിട്ട് നമുക്ക് എല്ലാനും ചുട്ടെടുക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പിന്നെ പലഹാരമാണ്. പിന്നെ പിള്ളേർക്ക് കൊടുത്തയക്കാനും പറ്റും. പിന്നെ വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാനും പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടാകും. അപ്പോൾ ഗോതമ്പും അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും റവയും വെച്ചിട്ടൊക്കെ ചുടുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നൈസായിട്ടൊക്കെ കിട്ടണത്. നമുക്ക് ഇതെല്ലാനും ചുട്ടെടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യണവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കട്ട് ചെയ്ത് കിട്ടിയേക്കണ മീനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മീൻ മുട്ട കൂടിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പൊരിച്ചെടുക്കാനുള്ള ഇതാണ്.
അപ്പോൾ ഞാൻ മീൻ മുട്ടയൊക്കെ നന്നായിട്ട് ഉപ്പിട്ടൊക്കെ കഴുകിയതിന് ശേഷം ചെറുതാക്കി നുറുക്കിയിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്ത് വറക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്തിരി കൂടുതലിടണം. കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഇത് ഉടഞ്ഞു പോകാതെ പതുക്കനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നാലാണ് മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മീൻ മുട്ടയൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കുറേ നാളുകളായി ഇങ്ങനെ കിട്ടിയിട്ട്. അപ്പോൾ അത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം മീനിനൊക്കെ മുട്ടയും പലിഞ്ഞീനൊക്കെ കിട്ടണ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടണത് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ പാനടുപ്പത്ത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം, കറിവേപ്പിലയുടെ തണ്ട്. അപ്പോൾ ഞാനൊരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തേക്കണത്. അപ്പോൾ മീൻ നമ്മൾ കറി വെച്ചൊക്കെ കഴിഞ്ഞ് മീൻ കറി വയ്ക്കണ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും ഇടാറുള്ള കാരണം അത് കാണിക്കാനുള്ള. ഇപ്പം മീൻ മുട്ട നമുക്ക് അങ്ങനെ തന്നെ ചെറുതാക്കി ഇപ്പം കട്ട് ചെയ്യാതെ നേരെ അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് വറുത്ത് ഒരു 3/4 വറവാകുമ്പോഴാണ് പിന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് തവിയും കൊണ്ട് തന്നെ കഷ്ണങ്ങളാക്കി ഇടണത്. എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ വേഗമുള്ളൂ. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇടരുത്. അപ്പോൾ നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് നല്ലോണം മുരിച്ചെടുക്കാം. വെളിച്ചെണ്ണ പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തിരിച്ച് മറിച്ചും ചെറു തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ പൊരിച്ചൊക്കെ കൂട്ടാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടിട്ട് നമുക്കിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ആവാറുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.